ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്നിപ്പം ചിങ്ങം 1 നമുക്ക് വഴിയെ നമുക്ക് വീണ്ടും ഓണം റെസിപ്പീസ് ഒക്കെ നമുക്ക് സദ്യ റെസിപ്പീസ് ഒക്കെ ചെയ്യാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇന്ന് ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി. എനിക്കറിയില്ല അത് എത്രത്തോളം ആൾക്കാർ അറിയുന്ന ഒരു റെസിപ്പിയാണ് ഇത്, അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ ഇത് കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം ഞാനിത് ഫസ്റ്റ് ടൈം കഴിക്കുന്നത്, ഞാൻ പഠിച്ചത് കോയമ്പത്തൂരാണ്. ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഒരു മെനു ഉണ്ടാവുമല്ലോ, ഒരു ടൈം ടേബിൾ ഉണ്ടാവും. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം വൈകുന്നേരം ചായന്റെ കൂടെ ഈ പലഹാരമാണ് കിട്ടുക. ആകെ ടേസ്റ്റുള്ള വളരെ കുറച്ച് സംഭവങ്ങളല്ലേ, നമ്മുടെ ഹോസ്റ്റലിലൊക്കെ അങ്ങനെയാണല്ലോ. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും. അപ്പം അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. മേ ബി ഉണ്ടാവും കേട്ടോ, ഇത് അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. സുണ്ടലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് തമിഴന്മാരുടെ ഒരു പലഹാരമാണ് തോന്നുന്നു. മലയാളീസിനെക്കാട്ടും കൂടുതൽ തമിഴന്മാരാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് എന്ന്. എന്തായാലും അപ്പം അതെങ്ങനെയാ ചെയ്യാന്നുള്ളതും അതിന്റെ റെസിപ്പീസ് എന്തൊക്കെയാന്നുള്ളതും നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് വേണ്ടത് നമുക്ക് കടല. ഇത് ഞാൻ വേവിച്ചു വെച്ച കടലയാണ്. ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചു വെച്ച കടലയാണ്. ഉപ്പ് സ്വതവേ ചിലര് കടല വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ഇടാറില്ല, പിന്നെ ഇടാറുള്ളൂ. ഞാനിതിപ്പം 3 കൂടെ ഒന്നിച്ചിട്ട് വേവിച്ചു വെച്ച കടല. ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടല ഉണ്ടാക്കിയപ്പോഴേ അതിന്ന് കുറച്ച് കടല എടുത്ത് മാറ്റി വെച്ചതായിരുന്നു, ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ വേവിച്ച കടല അത് നമ്മൾ ഉടയാൻ പാടില്ല, ഇങ്ങനെ കടലയായിട്ട് തന്നെ കിടക്കണം. വല്ലാണ്ട് വെന്ത് ഉടഞ്ഞിട്ടുള്ള ആ ഫോമിലേക്ക് ആവാൻ പാടില്ല, കടലയായിട്ട് തന്നെ കിടക്കണം. എന്നാ വേവ് വേണേനും അതായത് പിടിച്ച് ഞെക്കിയ വേവ് വേണത് കണ്ടോ, ഇങ്ങനെ ആക്കിയ പൊട്ടും വേണം. അപ്പൊ ആ ഫോമിലുള്ള കടല, വേവിച്ച കടല. പിന്നെ വേണ്ടത് നാളികേരം പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. നാളികേരമാണ് ഇതിന്റെ ടേസ്റ്റ് നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം നാളികേരം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ എത്രയും നാളികേരം എടുത്തിട്ടുള്ളൂ. നാളികേരം, പിന്നെ കടുക്, കറിവേപ്പില, വറ്റൽമുളക്, പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി കുറച്ച്. ഞാൻ വെളിച്ചെണ്ണ ഓഫ് കോഴ്സ് വേണം, ഞാൻ വെച്ചിട്ടില്ല ആസ് യൂഷ്വൽ. പിന്നെ പറഞ്ഞല്ലോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊന്നും ഇവിടെ വെക്കാത്തത്, ഞാനിത് ഓൾറെഡി ഇതില് അതൊക്കെ ഇട്ട് വേവിച്ച കടല ആയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഉപ്പ് ആ സമയത്ത് ഇടുന്നത് ഇഷ്ടമില്ല വെച്ചാൽ പോലും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചോളൂ. എന്നിട്ട് പിന്നെ ഉപ്പ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇടാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളത് പെട്ടെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച് കടുക് ആദ്യം ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയുണ്ട്. ഇനി അപ്പൊ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തു. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി ഇല്ലേ, ഇഞ്ചിയും കൂടെ ഇട്ടെടുക്കാം. എന്നിട്ട് ആ ഇഞ്ചി ഒന്ന് നന്നായിട്ട് മൊരിയുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം. അതുണ്ടാവും, കാരണം നന്നായി പൊടിയായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ അരിയണം കേട്ടോ. അപ്പൊ അതായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നാളികേരം ഉണ്ടല്ലോ, നാളികേരം ഇട്ടെടുക്കാം. നാളികേരം ഇട്ടിട്ട് നാളികേരം ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന രീതിയിൽ മാത്രമായാൽ മതി, അല്ലാണ്ട് മൊരിയൊന്നും വേണ്ട കേട്ടോ, ചുവക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. നാളികേരം ഈ ഒരു സ്റ്റേജ് എത്തുമ്പോ നല്ലൊരു മണം വന്ന് തുടങ്ങും. അതായത് മൊരിഞ്ഞിട്ടുള്ള മണമല്ല കേട്ടോ, ആ നാളികേരത്തിന്റെ ആ ഒരു ഫ്ലേവർ വന്ന് തുടങ്ങുമ്പോ നമുക്ക് എടുത്തു വെച്ച കടലയും കൂടെ അതിലേക്ക് ഇട്ട്, ഈ സ്റ്റേജിൽ നിങ്ങൾ ഉപ്പിട്ടിട്ടില്ല വെച്ചാൽ ഈ സ്റ്റേജിൽ ഉപ്പിട്ടോളൂ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. കണ്ടോ, നാളികേരം അത്യാവശ്യം നന്നായിട്ട് വേണം, അതാണ് അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നന്നായിട്ട് മിക്സ് ആയിട്ട് ഇപ്പം
ഈ കടലയില് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതായത് വെള്ളം വറ്റിച്ചിട്ട് ഇതിൽ ഒഴിക്കുക നല്ലത്, അതായത് ഇതിലേക്ക് ഇടുക നല്ലത്. മറ്റേതെന്താ വെച്ചാൽ ആ നാളികേരൊക്കെ അങ്ങോട്ട് കുഴഞ്ഞു പോകും. നാളികേരൊക്കെ അങ്ങനെ കാണുന്ന രീതിയിൽ കിടക്കണം. നമുക്കിതിങ്ങനെ എണ്ണിപ്പറക്കി കഴിക്കാൻ പറ്റണം. അതാ വല്ലാണ്ട് ചിലർ വല്ലാണ്ട് നാളികേരം മുരിക്കും, അങ്ങനെ മുരിക്കണ്ട കേട്ടോ. അതായത് നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്കിഷ്ടം ഈ ഒരു സ്റ്റേജിൽ കടല ഇട്ടിട്ട് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാ സംഭവമായിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്കോ ബൗളിലേക്കോ മാറ്റാം. അപ്പൊ ഇതാ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. സുണ്ടൽ റെഡി ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഹെൽത്തിയാണ്. ഞാൻ നേരത്തെ പറയാൻ മറന്നു. നമ്മൾ കടലയാണല്ലോ, നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാ. കാരണം കേടുമില്ല, നല്ലതുമാണ്. ഓക്കെ, ഈവൻ നമ്മള് സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം ജസ്റ്റ് കുറിക്കാനും ഒക്കെ നല്ലതല്ലേ. എന്ന് വെച്ചാൽ ഇത് എനിക്ക് തോന്നുന്ന ഒരു എല്ലാവർക്കും ഇഷ്ടാവുന്ന റെസിപ്പിയാണ്. പിന്നെ ചിലര് ഇതില് പച്ച ഉള്ളി ഉണ്ടല്ലോ, എന്താ പറയാ, പച്ച ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇത് ലാസ്റ്റ് അതിന്റെ മേലെ വേണമെങ്കിൽ അങ്ങനെ ഇടാം, വേണമെങ്കിൽ മല്ലിച്ചപ്പഴം. പക്ഷെ ഈ ഒത്തന്റിക് സുണ്ടൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് ഒത്തന്റിക് സുണ്ടൽ. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ റെസിപ്പി ചെയ്തത്. കാരണം എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഒന്നും ഈ സുണ്ടൽ അറിയുന്നുണ്ടാവുമെന്ന്. അപ്പൊ അങ്ങനെ അറിയാത്ത ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.